കണ്ണൂർ കോർപ്പറേഷന്റെ പരിധിയിലെ അനധികൃത തെരുവോര കച്ചവടക്കാരെ ഒഴിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. ഇത് ആരെയും ദ്രോഹിക്കാനോ ജീവനോപാധി ഇല്ലാതാക്കാനോ അല്ല. കോർപ്പറേഷൻ അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അനധികൃത കയ്യേറ്റഴിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും ആരെയും ദ്രോഹിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. അപ്പോൾ അനധികൃതമായി കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകൾ പറഞ്ഞതുപോലെ ബിനാമികളാണ്. പയ്യാമ്പലത്തൊക്കെ ഉള്ളത് ഒരാൾ 3-4 പങ്ക് വെച്ചിട്ട് അത് മറ്റുള്ള ആൾക്ക് കൈമാറ്റം ചെയ്ത് മേൽവാടകയ്ക്ക് കൊടുക്കുകയാണ് കോർപ്പറേഷൻ്റെ സ്ഥലത്ത്. അപ്പോൾ അതൊക്കെ നീക്കി അതോടൊപ്പം അർഹതായ ആളുകൾക്ക് അതിന് പുനരധിവാസം അത് നമ്മൾ തയ്യാറായി വരുന്നുണ്ട്. പയ്യാമ്പലത്ത് തന്നെ DDPCയുമായി സഹകരിച്ചുകൊണ്ട് അവിടെ ഒരു 10-20ഓളം ചെറിയ രീതിയിലുള്ള ബങ്കുകൾ സ്ഥാപിച്ച് ബീച്ച് സൈഡിലായി. അപ്പോൾ അത് 2-3 ദിവസം ചർച്ച നടന്നു. ഞാനും ഡെപ്യൂട്ടി മേയറും ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് ചെയർമാൻമാരൊക്കെ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ കളക്ടർ ചേംബറിലും അതുപോലെ പയ്യാമ്പലത്ത് ബീച്ചിലും നമ്മളൊക്കെ ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പയ്യാമ്പലം, താഴെച്ചൊവ്വ, മുണ്ടയാട് ഭാഗങ്ങളിൽ കൂണുകൾ പോലെയാണ് അനധികൃത കച്ചവടം പൊങ്ങിവരുന്നത്. കണ്ണൂർ ടൗണിലും അനധികൃത കച്ചവടം പെരുകി വരികയാണ്. ഇത് ഗതാഗത കുരുക്കിന് വരെ കാരണമാകുന്നു. പല കടകളിലും സുരക്ഷാ മാനദണ്ഡമില്ലാതെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്. തെരുവോര കച്ചവടം പെരുകുന്നത് കാരണം കോർപ്പറേഷന്റെ സ്വന്തം കെട്ടിടങ്ങളിൽ വാടകയ്ക്ക് കച്ചവടം നടത്തുന്നവർക്ക് പോലും കച്ചവടമില്ല. കോർപ്പറേഷൻ പരിധിയിൽ കടമുറിയിൽ കച്ചവട ലൈസൻസ് ഉള്ള CITU നേതാവിന് പോലും തെരുവോര കച്ചവടത്തിന്റെ തിരിച്ചറിയൽ കാർഡുണ്ടെന്ന് മേയർ പറഞ്ഞു. തെരുവോര കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ, ലൈസൻസ് എടുത്ത ആളുകൾ, അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയുമായിട്ട് കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്തു വരികയാണ്. ഏറ്റവും അടുത്ത് തന്നെ 3-4 സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരമുണ്ട്, അതുപോലെ സ്റ്റേഡിയം കോർണറിൻ്റെ ഭാഗങ്ങളുണ്ട്, അതുപോലെ നമ്മുടെ മദറൻ ചൈൽഡിൻ്റെ പരിസരങ്ങളുണ്ട്. ഇനിയും സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കണ്ടെത്തി അത്തരത്തിൽ ആളുകളെ പുനരധിവാസം അത് ഉറപ്പുവരുത്താൻ കോർപ്പറേഷൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം കോർപ്പറേഷൻ്റെ കീഴിലുള്ള ബങ്കുകൾ അതൊക്കെ ഒരു ഏകീകൃത സ്വഭാവത്തിലാക്കി ആ രീതിയിൽ അവരെ സംരക്ഷിക്കാനും അതോടൊപ്പം അനധികൃത ബങ്കുകൾ നീക്കം ചെയ്യാനൊക്കെ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. 2 ആഴ്ച മുമ്പേ പത്രത്തിൽ പരസ്യം നൽകിയാണ് കോർപ്പറേഷൻ സെക്രട്ടറി കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടി തുടങ്ങിയത്. തെരുവ് കച്ചവട മേഖലകളെ തരംതിരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഏകീകൃത സ്വഭാവത്തിലുള്ള ബങ്കുകൾ തയ്യാറാക്കി നൽകി തെരുവ് കച്ചവടക്കാരെ സംരക്ഷിക്കാൻ കോർപ്പറേഷൻ തയ്യാറാണെന്നും മേയർ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര, മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MP രാജേഷ്, സുരേഷ് ബാബു എളയാവൂർ, ഷമീമ ടീച്ചർ, VK ശ്രീലത, സിയാ തങ്ങൾ, ഷാഹിന മൊയ്തീൻ, കൗൺസിലർ KP അബ്ദുൾ റസാഖ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.